അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലത്തെ മെയിൻ ഹാർബറിലോട്ടാണ് കേട്ടോ പോകുന്നത്. വാടി എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നല്ല മീനുകൾ കിട്ടുന്നൊരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊരു നല്ല അടിപൊളി ഒരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മളെ ബോട്ടും കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ടൊരു പാർക്ക് ചെയ്തൊക്കെ ഇടും. അടിപൊളിയാണ് ഈ ഒരു സ്ഥലം. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ വഴിയോര കടകൾ. ഇവിടെ മീനുകൾ വിൽക്കും കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കിടിലം വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട്. ഇത് അതിൻ്റെ അടുത്തുള്ള ഏരിയയും കാര്യങ്ങളുമാണ്. നമ്മളങ്ങനെ സ്ഥലം ഇതായി എത്തിയിട്ടുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ. സുഹൃത്തുക്കളെ കണ്ടോ, ഇവിടുത്തെ അവസ്ഥയാണ്. മൊത്തം വേസ്റ്റാണ് കേട്ടോ. എൻ്റെ മോനെ, ബോട്ട് കിടക്കുന്ന ഏരിയ മൊത്തം വേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ സുഹൃത്തുക്കളെ, മീനിൻ്റെ അവർ കണ്ടോ, அவங்க കുറേ ആൾക്കാരങ്ങനെ ഇരിപ്പുണ്ട് കണ്ടല്ലോ. നമ്മളെല്ലാ മീനും ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. കയ്യിലിങ്ങനെ ഫോൺ വെച്ചിട്ട് എല്ലാ മീനും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന മീൻ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ നമുക്ക് പറ്റിയ മീനൊന്നും ഇല്ല ഇവിടെ. അങ്ങനെ എല്ലാ മീനും ഇങ്ങനെ നോക്കി വരുവാണ്. ഇവിടെ ചോപ്പൻ കോര അങ്ങനത്തെ മീനുകളെല്ലാം ഉണ്ട്. പല സൈസ് മീനുകളുണ്ട്. സുഹൃത്തുക്കളിപ്പം അതാണ് വാടി എന്ന് പറഞ്ഞ സാധനം. ഇവിടെ ഉണ്ട് മീൻ വിൽക്കുന്ന, രണ്ട് സ്ഥലത്ത് വിൽക്കും. അപ്പോൾ അവിടെയാണ് ലേലം വിളിയും കാര്യങ്ങളും. നമുക്ക് ലേലം വിളിയുടെ മീൻ വേണ്ട, അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടോട്ട് വന്നത്. എല്ലാം അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മീനൊന്നും കൊള്ളത്തില്ല, റേറ്റിലല്ലല്ലോ കാര്യം. നമുക്ക് മീൻ നല്ലതായിരിക്കാം. മീനൊന്നും വലിയ രസമുള്ള മീനൊന്നും അല്ല. നമ്മൾ മെയിനായിട്ട് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അയല അങ്ങനത്തെ മീനുകളാണ്. അപ്പം അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് മറ്റേ വങ്കട അങ്ങനത്തെയൊക്കെ കുറേ മീനുകളുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ മെയിനായിട്ട് ഈ സ്ഥലത്തെയാണ് നിങ്ങൾ കാണേണ്ടത്. സുഹൃത്തുക്കളെ, മേളിൽ ദൂരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ മേളിൽ ദൂരം കൊക്കിരിക്കുന്നുണ്ട്. ഏതാ 2-3 കൊക്കുകൾ ഇരിപ്പുണ്ട്. അടിപൊളി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ട് നോക്കണേ കണ്ടോ, മൊത്തം അവിടെ വേസ്റ്റാണ്. ഇതൊക്കെ എന്താണോ ക്ലീനാക്കാത്തത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ബീച്ചിൻ്റെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഇവിടെയൊക്കെ മീൻ വിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതാണ് കൊല്ലം ബീച്ചിൻ്റെ രാത്രി കാഴ്ച. അവിടെ ആയിട്ടൊരു ZS ബസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് കൊല്ലം ബീച്ചിൻ്റെ രാത്രി കാഴ്ച. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാം.